ലേക്ക് മെല്ലെ കടക്കാം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ പോലും നമുക്കത് പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചാപ്റ്റർ 1 എന്ന് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് പഴയ ബുക്കാണ്, എന്നാലും നമുക്ക് മോഡ്യൂൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇത് നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിലാണ് ഇതിപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഇതിൽ സിലബസിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡ് AS എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ഇൻഡ് AS എന്നാണ് അറിയപ്പെടുന്നത്. അത് 2 ആണ് തുടങ്ങുന്നത്. ഇൻഡ് AS 1 എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് കണക്കുകളൊന്നും വരില്ല. അത് വെറും ഒരു എന്താണെന്ന് വെച്ചാൽ തിയറി മാത്രമേ വരുള്ളൂ. ഇവിടെ ഇൻഡ് AS അല്ലെങ്കിൽ IAS, ഇത് IFRSൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. IFRS മീൻസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻഡ് AS രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം അത് കൺവേർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടും പറയുന്നത് എന്താണ്? ഇൻവെൻട്രി വാല്യുവേഷനെ പറ്റിയിട്ടാണ്. ഇൻവെൻട്രി അതായത് നമ്മൾ കയ്യിൽ വെക്കുന്ന സ്റ്റോക്ക് വാല്യുവേഷൻ ചെയ്യുന്നത് എങ്ങനെ വേണം എന്നുള്ളതാണ് നമ്മൾ എന്താണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ഇൻവെൻട്രി ഓർ സ്റ്റോക്ക് റെഫേഴ്സ് ടു ദ ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് എ ബിസിനസ് ഹോൾഡ്സ് ഫോർ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് റീസെയിൽ ഓർ പ്രൊവിഷൻ ഓഫ് സർവീസസ്. അപ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ റീസെയിലിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ സർവീസുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സർവീസുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോമൊബൈൽ ഷോപ്പാണ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡീലറാണെങ്കിൽ അയാളുടെ ഗുഡ്സ് എന്ന് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ്? കാറുകളോ അല്ലെങ്കിൽ 2 വീലേഴ്സോ അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇതിന് പിന്നെ സർവീസ് വരും. അപ്പോൾ അതിന് വേണ്ടി ഇയാൾ വാങ്ങി വെക്കുന്ന സ്പെയറുകളൊക്കെയാണ് എന്ത് പറയുന്നത്? സർവീസ് ഫോർ പ്രൊവിഷൻസ് ഫോർ സർവീസിന് വേണ്ടി വാങ്ങി വെക്കുന്ന സാധനങ്ങൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇൻവെൻട്രീസ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ നമ്മളെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ് ഇൻവെൻട്രിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഈസ് ഡിഫൈൻഡ് ആസ് അസറ്റുകളാണ്, കറണ്ട് അസറ്റുകളാണ് ഇൻവെൻട്രീസ്. എന്തൊക്കെയാണ്? അപ്പോൾ ഈ പോയിന്റുകൾ ഇതൊന്നും നമ്മൾ നോക്കണ്ട. അത് ഒന്നുകിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസും ആകാം. വർക്ക് ഇൻ പ്രോഗ്രസ് മീൻസ് എന്താണ്? നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺസ് ആകുമ്പോൾ നമ്മൾ എന്താണ്? അപ്പോൾ ഇൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്? അവരാണത് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഡീലേഴ്സാണ് ഇവിടെ ഇപ്പോൾ ബ്ലൂ മൗണ്ട് അങ്ങനത്തെ ഡീലേഴ്സാണ് പിന്നെ അത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് ചിലപ്പോൾ അതിൻ്റെ എന്താണ് ബോഡിയുമൊക്കെ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലെന്താണ് ചിലപ്പോൾ അവർ എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി. അപ്പോൾ അത് വരും. പിന്നെ എന്താണ് റോ മെറ്റീരിയൽസ്. അപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടിയുള്ള ടയറുകൾ വാങ്ങി വെക്കുക, അതിനെന്താണ് എൻജിൻ്റെ കാര്യങ്ങൾ വാങ്ങി. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു വാഹനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായി നോക്കേണ്ടത് ഈ സ്റ്റാൻഡേർഡ്, അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താ പറയുന്നത് വെച്ചാൽ ഇത് സ്റ്റാൻഡേർഡ് ഡീൽ വിത്ത് ദ മെഷർമെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഇൻവെൻട്രി. അതായത് ഒരു ഇൻവെൻട്രി എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ്. പിന്നെ എന്താണ്? ദ റെക്കഗ്നിഷൻ ഓഫ് എൻ എക്സ്പെൻസ്, അതായത് ഇൻവെൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സ്പെൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഇതിന് റിയലൈസബിൾ വാല്യൂ എത്ര വേണമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് മറന്നു പോരുത്. ഇൻഡ് AS 2 IAS 2 ആണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻട്രീസ് ആണ്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻട്രീസിൽ ആദ്യം പറയുന്നത് ഇൻവെൻട്രീസ് ഷാൽ ബി മെഷേർഡ് അറ്റ് ദ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഏതാണോ ചെറുത്, കോസ്റ്റ് ആണോ അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ, അത് ഏതാണോ നമുക്ക് ചെറുത് വരുന്നത് അതിനെ വാല്യൂ ചെയ്താൽ മതി ഇൻവെൻട്രി ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണക്കാക്കേണ്ടത് കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് കംപ്രൈസസ് ഓഫ് ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ്. പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ കോസ്റ്റുകളും ഇൻവെൻട്രിയുടെ കോസ്റ്റായിട്ട് കണക്കാക്കും. പർച്ചേസ് ചെയ്യുന്ന നേരത്തെ വരുന്ന കടത്തുകൂലി, ആ നേരത്തെ കൊടുക്കുന്ന ടാക്സുകൾ, ഫ്രൈറ്റ്, ഇതൊക്കെ എന്താണ് കോസ്റ്റായിട്ട് പരിഗണിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ എന്തൊക്കെ വരും? നമ്മൾ ആദ്യം പർച്ചേസ് പ്രൈസ്, നമ്മൾ എത്ര കാശ് കൊടുത്തു എന്നുള്ളതല്ല, പർച്ചേസ് പ്രൈസ്, അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക? ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അതർ ടാക്സ് ഇൻ സബ്സിക്വൻ്റ്ലി റിക്കവറബിൾ അറ്റ് ദി എൻറ്റിറ്റി ഫ്രം ടാക്സിങ് അതോറിറ്റീസ്. അതായത് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടികളൊക്കെ എന്താണ് ഈ ടാക്സിങ് അതോറിറ്റീസ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന, അത് പർച്ചേസ് ചെയ്യുന്ന നേരത്ത് വാങ്ങുന്നത് ആഡ് ചെയ്യുക. പിന്നെ എന്താണ്? ട്രാൻസ്പോർട്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് വരുന്ന ട്രാൻസ്പോർട്ട് കോസ്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ഡിഡക്റ്റ് ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ABC Limited incurred the following expense towards the purchase of material X
for its manufacturing process. Calculate the cost of purchase of the material in line with Ind AS 2. അപ്പോൾ Ind AS 2 പ്രകാരം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാണാനാണ് പറയുന്നത്. വളരെ ബേസിക് ആയ കാര്യമാണ്. ചിലപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ ചില പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ്. പിന്നെന്താണ്, സീ ഫ്രൈറ്റ്, അതായത് കടൽ മാർഗം കൊണ്ടുവന്നത് കൊണ്ടുള്ള അവിടെ ഇപ്പോൾ കൊടുത്ത കടത്തുകൂലി. പിന്നെന്താണ്, ട്രക്കിംഗ് ചാർജസ്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് എന്താ കാണേണ്ടത്, കോസ്റ്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഇത് അവിടെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എക്സ് കൊടുത്തു, ഇത് എഴുതി. പിന്നെന്തായി, നമ്മൾ അതിൻ്റെ കൂടെ സീ ഫ്രൈറ്റ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ട്രക്ക് ചാർജ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടി. ഇത് വളരെ സിമ്പിളാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഇത് ഇതേപടി നിങ്ങൾ കോപ്പി എടുക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക്. പറ്റുമെങ്കിലല്ല, നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് കോപ്പി എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്, വാട്ട് വിൽ ബി ദ പർച്ചേസ് കോസ്റ്റ് ഇഫ് മെറ്റീരിയൽ എക്സ് ഈ 50% ഓഫ് ദ കസ്റ്റംസ് ഡ്യൂട്ടി പെയ്ഡ് ഈസ് അലൗഡ് ആസ് ഡ്രോബാക്ക്. അപ്പോൾ ഡ്രോബാക്ക് ആയിട്ട്, അതായത് ഇയാൾക്ക് വീണ്ടും ആ കസ്റ്റം ഡ്യൂട്ടി അടച്ചതിൽ നിന്ന് ഡ്രോബാക്ക് ഈ വിൽ ഗെറ്റ് എന്താണ് റിട്ടേൺ 50% റിട്ടേൺ കിട്ടിയെങ്കിൽ എത്രയൊക്കെ ഇവൻ്റെ യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് പറയുന്നത്. അപ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ നമ്മളൊരു കണ്ടിന്യൂഷൻ മാതിരിയാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ബാക്കി എല്ലാ തുകകളും സെയിം ആണ് എക്സെപ്റ്റ് ഫോർ കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി ഇവിടെ എന്താണ് 3250 ഇവിടെ എത്ര വന്നു, 1625. ഈ 3250 ഇൻറ്റു 50% ഈസ് 1625. കാരണം 50% ഡ്രോബാക്ക് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കണക്ക്. ഇത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ഫസ്റ്റ് കണക്ക് മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, എക്സഗൺ ഇന്ത്യ ലിമിറ്റഡ് ഈസ് എ ട്രേഡിംഗ് കമ്പനി ഡീലിംഗ് ഇൻ സിമെൻറ്റ്സ് ഫ്രം ഇന്ത്യ സിമെൻറ്റ്സ്. അപ്പോൾ ആരാണ്, എക്സഗൺ ഇന്ത്യ ലിമിറ്റഡ് ആണ് കമ്പനി. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി കോസ്റ്റ് ഓഫ് പർച്ചേസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ചില ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് പെയ്ഡ് ടു ഇന്ത്യ സിമെൻറ്റ്, എമൗണ്ട് പേ ചെയ്തതിനെ പറ്റി പറയുന്നത്, എത്ര കാശാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ദി പർച്ചേസ് ബിൽ ഫ്രം ഇന്ത്യ സിമെൻറ്റ്സ് ഷോസ് എ വാല്യൂ. അപ്പോൾ പർച്ചേസ് ബില്ല് പറയുന്നത് എത്രയാണ്, 1,50,000. ഇവർ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 1,28,250. അപ്പോൾ പർച്ചേസ് ബില്ല് പറയുന്നത് 1,50,000. ആൻഡ് ഡ്യൂ ടു ഫെസ്റ്റീവ് സീസൺ എ സ്പെഷ്യൽ ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10% ഓഫ് ബിൽഡ് വാല്യൂ വാസ് അലൗഡ് ടു എക്സഗൺ ഇന്ത്യ. അപ്പോൾ ഇവർക്ക് 10% ബിൽ വാല്യൂവിൽ, അതായത് പർച്ചേസ് പ്രൈസിൽ നിന്ന് എത്ര കൊടുത്തിട്ടുണ്ട്, 1,50,000 നിന്ന് 10% ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട്, നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട്, നമ്മൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അപ്പോൾ നമുക്കൊരു ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 rupees. നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യും. എന്നിട്ടാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഒരാൾ വാങ്ങാൻ വരിക, നമ്മളിപ്പോൾ ഷർട്ട് വാങ്ങുമ്പോഴോ അല്ലേ, നമ്മൾ ഗാർമെൻറ്റ്സ് ഒക്കെ വാങ്ങുമ്പോഴാണ് അധികം അറിയാം, നമുക്ക് എന്ത് ചെയ്യും, ഇവരൊരു ഡിസ്കൗണ്ട് തരും. ഇപ്പോൾ ചെരുപ്പ് വാങ്ങണ നേരത്തൊക്കെ 100 വേണ്ട, നിങ്ങൾ 105 തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ 5 രൂപ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു ഇതിൽ നിന്ന്, അതായത് 5 രൂപ എന്ത് ചെയ്തു, മൈനസ് ചെയ്തു. ഈ 5 രൂപ ശരിക്കും എന്നാ പോണത്, പ്രോഫിറ്റിൽ നിന്നാണ് പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങാൻ ചെല്ലുന്ന നേരത്തെ ഇവർ തരുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മൈനസ് ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ അത് ഈ കോസ്റ്റിനെ ബാധിക്കും. ക്യാഷ് ഡിസ്കൗണ്ട്
അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ അധികം ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഈ ഡെബിറ്റിന് സാധനം വാങ്ങും. നമ്മൾ കടമായിട്ട് സാധനം വാങ്ങി പിന്നെ തിരിച്ചു കൊടുക്കാനൊക്കെ നേരെ വൈകുമ്പോൾ ഇവരെന്ത് പറയും, നിങ്ങൾ കാശ് ഫുള്ള് തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ കുറച്ചെങ്കിലും കാശ് തിരിച്ചു തരുമെന്ന് പറയും. അപ്പോൾ എന്താ അവിടെ ക്യാഷ് ഡിസ്കൗണ്ട് വന്നു. അപ്പോൾ ഇവിടെ ഇയാൾ 105 സാധനം ഡെബിറ്റിന് വാങ്ങിക്കൊണ്ടുപോയി, കടമായി വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നീട് ഈ വാങ്ങിയ ആൾ വിറ്റാൾക്ക് കാശ് കൊടുക്കാൻ ഇയാൾക്ക് പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ ഈ വിറ്റ ആൾ പറയാണ്, നിങ്ങൾ 105 തികച്ച് തരണ്ട, നിങ്ങൾ എനിക്കൊരു 90 രൂപ തരൂ. അപ്പോൾ എന്തായി, അവിടെ ക്യാഷ് ഡിസ്കൗണ്ട് വന്നു. അപ്പോൾ ഇയാളുടെ പേരിൽ കിടക്കുന്ന അക്കൗണ്ടിൽ 105 രൂപയാണ് ഇയാൾക്ക് കിട്ടാനുള്ളത്. ഇയാൾ ആദ്യമേ അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 105 രൂപ ഇയാൾ തരാനുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമ്മൾ ഡെബിറ്റിൽ, അതായത് കാശ് കുറച്ചിട്ട് പിന്നെയും നമ്മൾ കൊടുക്കുമ്പോഴാണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അധികം ഡീറ്റെയിലിങ്ങിലേക്ക് പോകണം, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് വരെ എത്ര കൊടുക്കുന്നുണ്ട്, 10% ബിൽഡ് വാല്യൂ, ഇതിൽ നിന്നാണ് കൊടുക്കുന്നത്. പിന്നെ ഇന്ത്യ സിമെൻറ്റ് പ്രൊവൈഡ്സ് ക്യാഷ് ഡിസ്കൗണ്ട് ഓൾസോ. അപ്പോൾ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, അതായത് ഇയാൾ കടം വാങ്ങിയിട്ട് അതെ ഡ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇയാൾ കടം വാങ്ങിക്കൊണ്ടുപോയതായിരുന്നു, പിന്നെ കാശ് കറക്റ്റ് കൊടുക്കുന്ന നേരത്ത് ഇയാൾക്ക് വീണ്ടും ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൂടി കൊടുത്ത് 5%. അപ്പോൾ ഇതിൻ്റെ കാണേണ്ടത് നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് സിമെൻറ്റ്. നമ്മൾ ആദ്യം ഇവിടെ എഴുതിയ മാതിരി തന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എഴുതിയ മാതിരി കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് സിമെൻറ്റ് എഴുതുക. നമ്മൾ ഈ വാല്യൂ എഴുതരുത്. ഈ വാല്യൂവിന് ഇവിടെ യാതൊരു പ്രസക്തിയും വരുന്നത് ഈ വാല്യൂവിനാണ്. മനസ്സിലായില്ലേ? ഇതിനാണ് പ്രസക്തി വരിക. നമ്മൾ ബിൽഡ് വാല്യൂ അല്ലെങ്കിൽ പർച്ചേസിങ് പ്രൈസിനാണ് വരിക. ഇയാൾ അത്ര പൈസ കൊടുത്തു എന്നുള്ളതിന് യാതൊരു കാര്യം വരുന്നില്ല. കാരണം അത് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വാല്യൂ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഇയാൾ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചു. അതായത് 1,50,000 10%, 15,000. പിന്നെ ട്രാൻസ്പോർട്ട് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെസ് ചെയ്തു. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ലെസ് ചെയ്യേണ്ടതാണ്, നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ ഇത് പിന്നെ ആഡ് ചെയ്തു ഇതിലേക്ക്. അപ്പോൾ നമുക്ക് അത്ര കിട്ടി. അതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് കൺവേർഷൻ കോസ്റ്റിനെ കുറിച്ചായിട്ടാണ്. അപ്പോൾ കൺവേർഷൻ കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്, കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസിൽ കോസ്റ്റ് ഓഫ് കൺവേർഷനും പിന്നെ അതർ കോസ്റ്റിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഗതി നമ്മൾ കൺവേർഷൻ കോസ്റ്റ്, അധികം മാനുഫാക്ചറിങ് കൺസേൺസിലാണ് ഈ കൺവേർഷൻ കോസ്റ്റ് വരുന്നത്. അല്ലെ, റോ മെറ്റീരിയൽസ് വാങ്ങി അത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ലേബേഴ്സിന് കാശ് കൊടുക്കണം, മെഷീനറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകളൊക്കെ ഈ ഒരു കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെൻട്രി കോസ്റ്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സൂപ്പർ ലിമിറ്റഡ് മാനുഫാക്ചറേഴ്സ് അംബർലാസ് ആൻഡ് ഹാസ് ഇൻകേർഡ് ദി ഫോളോയിങ് എക്സ്പെൻസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോളോയിങ് എക്സ്പെൻസുകൾ. അപ്പോൾ സൂപ്പർ ലിമിറ്റഡ് അംബർല ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസുകളാണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്, ഇവർക്ക് കിട്ടിയ റിബേറ്റ് ഉണ്ട്. അപ്പോൾ ഈ റിബേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിബേറ്റ് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ടാണ്, TD ആണ്. റിബേറ്റ് ഓൺ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ട്രേഡ് ഡിസ്കൗണ്ടാണ്. ലേബറർക്ക് കൊടുത്ത വേജസ്, പിന്നെ ഡിപ്രിസിയേഷൻ വന്നിരിക്കുന്നത് ഇത് ഫാക്ടറി മെഷീനറിക്ക് വന്ന ഡിപ്രിസിയേഷനാണ്. പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി സൂപ്പർവൈസറുടെ സാലറി. അപ്പോൾ ഡിപ്രിസിയേഷൻ മെഷീനറിക്ക് വരാൻ കാര്യം വെച്ചാൽ ഇത് ഈ കൺസ്ട്രക്ഷൻ വർക്ക് അല്ലെങ്കിൽ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഈ മെഷീനറി ചെയ്യുന്നത് കൊണ്ടാണ് ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഇവിടെ കോസ്റ്റ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എഴുതി, ഇതിന് കൂടെ നമ്മൾ ഈ പറയുന്ന റിബേറ്റ് എഴുതി. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടി. ഇനി ഈ കോസ്റ്റ് ഓഫ് പർച്ചേസിൽ നിന്ന് ആ കോസ്റ്റ് ഓഫ് പർച്ചേസ് അതേപോലെ ഇവിടെ കിടക്കട്ടെ. നമ്മൾ 4,80,000 ആണ്. അത് കഴിഞ്ഞിട്ട് ഇനി ലേബർ, ഇതൊക്കെയാണ് കൺവേർഷൻ കോസ്റ്റ്. അതായത് ഒരു ഗുഡ്സിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സായി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇത് മുതൽ ഇതുവരെയാണ് വരുന്നത്. 75,000 ആണ് വേജ്, ലേബറിൻ്റെ വേജ്. അതിൻ്റെ കൂടെ നമ്മൾ ഫാക്ടറീൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ്, ഈ ഫാക്ടറി സൂപ്പർവൈസറിൻ്റെ സാലറി, പിന്നെന്താണ് നമ്മൾ ഡിപ്രിസിയേഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കൺവേർഷൻ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആവുള്ളൂ. അപ്പോൾ തൽക്കാലം ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കാണാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് ആദ്യം കോസ്റ്റ് ഓഫ് പർച്ചേസും കൺവേർഷൻ കോസ്റ്റും കാണാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതർ കോസ്റ്റുകളെ പറ്റി നോക്കാം. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ എന്ത് കണ്ടു, കോസ്റ്റ് ഓഫ് പർച്ചേസ് എങ്ങനെ കാണാമെന്ന് കണ്ടു, കൺവേർഷൻ കോസ്റ്റ് എങ്ങനെ കാണാമെന്ന് കണ്ടു. കൺവേർഷൻ കോസ്റ്റ് ബേസിക്കലി നമ്മൾ ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഇൻവെൻട്രീൻ്റെ വാല്യൂ എത്രയെന്ന് കണക്കാക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് വിൽക്കുന്ന നേരത്തെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, ഒരു കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നടത്തുന്നത്. ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി നമ്മൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, ഇൻഡ് AS2, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, IAS2 ഓൾസോ, അതായത് IFRSൻ്റെയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം.
അപ്പോൾ അതർ കോസ്റ്റുകൾ എന്താണ്, കോസ്റ്റ് ഓഫ് എന്താണ്, മറ്റ് ചില കോസ്റ്റുകളും വരാൻ ചാൻസ് ഉണ്ട്. അത് ഇൻക്ലൂഡിങ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്, ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ ഒരു പ്രത്യേക തരത്തിലുള്ള ഗുഡ്സ് നമ്മളോട് ഡിസൈൻ ചെയ്ത് തരാൻ പറയുകയാണെങ്കിൽ അതിനൊക്കെ വരുന്ന കോസ്റ്റുകൾ എന്താണ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ എക്സ്ക്ലൂഷൻ ഇൻ കോസ്റ്റ്, ഈ എന്താണ് ദീസ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ്, അതായത് ഒഴിവാക്കപ്പെടുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റേജ്, മെറ്റീരിയൽ ആവാം, ലേബർ ആൻഡ് അതർ പ്രൊഡക്ഷൻ, അതായത് അബ്നോർമൽ എമൗണ്ട് വേസ്റ്റഡ്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ അനുമാനിച്ചതിലും അധികം വേസ്റ്റേജ് വരണം. എപ്പോഴും ഒരു വേസ്റ്റേജ് എന്തായാലും വരും. അതായത് ഇപ്പോൾ ലേബർ കുറച്ച് നേരം വെറുതെ ഇരിക്കുന്ന അവസ്ഥ വരും, മെറ്റീരിയൽ കുറച്ച് വേസ്റ്റ് വരും, അതൊക്കെ സ്ക്രാപ്പ് വാല്യൂ വരും, അതൊക്കെ നമ്മൾ സ്ക്രാപ്പായിട്ട് വിൽക്കുക ചെയ്യുക. അത് അബ്നോർമലായിട്ട് വരുന്ന നേരത്തെ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യും, നമ്മളത് പരിഗണിക്കില്ല. പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് അത് എക്സ്ക്ലൂഡ് ചെയ്യണം. പിന്നെ എന്താ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്താണ് ഇതിൽ പെടുന്നില്ല. പിന്നെന്താണ്, അതായത് അഡ്മിനിസ്ട്രേഷൻസ് വരുന്നത്, അതായത് ഓഫീസ് ജോബുകാർക്ക് കൊടുക്കുന്ന സാലറി കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അടുത്തത് സെല്ലിംഗ് കോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം, നമ്മളിതിലേക്ക് പരിഗണിക്കില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഫ്രം ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഓഫ് ദ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെഡ് ആൻഡ് കമ്പനി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ്. അത് ഇലക്ട്രോണിക് ഗുഡ് മാനുഫാക്ചർ ചെയ്യുന്നത്, അപ്പോൾ അതിലെന്ത് വരുന്നു, പർച്ചേസ് കോസ്റ്റ് വരും, അല്ലെ കൺവേർഷൻ കോസ്റ്റ് വരും, പിന്നെ അഡീഷണൽ കോസ്റ്റുകൾ, അതായത് അല്ലെ അതർ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ പർച്ചേസിൻ്റെ എമൗണ്ട് ആണ് ഇത്ര, അല്ലേ, നമുക്കറിയാം, ആദ്യം അത് എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താണ്, കസ്റ്റംസ് ഡ്യൂട്ടി ഇത്രയാണ്, പക്ഷേ അതിൻ്റെ 20% മാത്രം എടുത്താൽ 20% നമുക്ക് എന്താണ് ഡ്രോബാക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 80% മാത്രം നമ്മൾ എടുത്താൽ മതി, എന്ത്, കസ്റ്റംസ് ഡ്യൂട്ടീൻ്റെ. പിന്നെ അടുത്തത് വരുന്നത് എയർ ഫ്രൈറ്റ്, നമ്മൾ ആകാശ കടത്ത്, അതായത് നമ്മളെന്താണ് ഈ എയർ ട്രാഫിക് അല്ലെങ്കിൽ എന്താണ് എയർപോർട്ടിന് കൊടുത്ത, അല്ലെങ്കിൽ ഇത് വിമാനം വഴി കൊണ്ടുവന്നിരിക്കുന്നതാണ്, അപ്പോൾ അവിടെ കൊടുത്ത ഫ്രൈറ്റാണ്, കടത്തുകൂലിയാണ്. പിന്നെ അടുത്തതാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ എന്താണ് വേജസ് പെയ്ഡ്, നമ്മൾ കൊടുത്ത വേജസ്, അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, വേജസ് ഒക്കെ നമ്മൾ ലേബറേഴ്സിന് കൊടുക്കുന്നതാണ്, അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ്. പിന്നെ അടുത്ത എന്താണ് കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ചാർജസ്, അത് എന്തിൽ പെടുന്നതാണ്, അതെന്താണ് ഈ അതർ കോസ്റ്റിൽ പെടുന്ന കാര്യമാണ്. അതായത് കസ്റ്റമൈസ്, ചില ആൾക്കാർ കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചോദിച്ചിട്ടുണ്ടാകും, അതിന് വേണ്ടി വന്ന ചാർജസ് ആണ് ഇത്ര. പിന്നെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ, അതെന്താണ് കൺവേർഷൻ കോസ്റ്റിൽ പെടുന്നതാണ്. പിന്നെ വേസ്റ്റേജ്, അതെന്താണ് ഈ വേസ്റ്റേജിൽ ഈ 3000 എന്തിന് വേണ്ടി വന്നതാണ്, 3000 സ്ട്രൈക്ക്, അതൊരു അബ്നോർമൽ കേസാണ്. തൊഴിലാളികൾ സ്ട്രൈക്ക് ചെയ്തു, വേസ്റ്റേജ് വന്നെങ്കിൽ പോലും ഇതാണ് നോർമൽ, അതായത് 3000 വന്ന് അതിൽ 3500 വന്നതിൽ 3000 അബ്നോർമലാണ്. അപ്പോൾ 500 മാത്രമേ നോർമലായിട്ട് വന്ന വേസ്റ്റേജ് ഉള്ളൂ, മറ്റേതെന്താണ് സ്ട്രൈക്ക് മൂലം വന്ന വേസ്റ്റേജാണ്. അടുത്തെന്താണ് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്. പിന്നെ അടുത്തത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ് ടു സെയിൽസ് മാനേജർ, അത് 5000. അപ്പോൾ എത്രയാണ് നമ്മുടെ കോസ്റ്റ് നോക്കുക. പിന്നെ റിപ്പയർ മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്, അതെന്താണ് അതിൽ 12500 വന്നതിൽ 6000 വന്നിരിക്കുന്നത് ഡെലിവറി വാനിൽ വന്നത്, അത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഡെലിവറി, അപ്പോൾ അത് നമ്മൾ പർച്ചേസിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പർച്ചേസസ് നമ്മൾ എഴുതി വെക്കുക, എത്രയാണ് നമ്മൾ ഈ കണക്കിൽ നമ്മൾ നേരിട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത ഇവിടെ വരുന്നുണ്ട്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി നമുക്കിന്ന് കുറയ്ക്കാനുള്ളതാണ്, അതായത് ആഡ് ചെയ്യാനുള്ളതാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ആഡ് ചെയ്യുക. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 20% എന്താണ് നമുക്ക് ഡ്രോബാക്ക് കിട്ടും. ആ 80% മാത്രം നമ്മൾ വരുന്ന എക്സ്പെൻസ് ഉള്ളൂ, കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഇതിൻ്റെ 80% മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയാണ് വരിക, 25,000-ൻ്റെ 80% എത്രയാണ്, 20,000. കാരണം 25,000 ഇവിടെ കാണുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 25,000 ഇൻറ്റു 20%, 5000 രൂപയാണ്. അപ്പോൾ ഈ 25,000-ൽ നിന്ന് നമുക്ക് എന്താണ് 20% 5000 രൂപ എന്ത് കിട്ടുന്നുണ്ട്, ഡ്രോബാക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മൈനസ് ചെയ്ത് നമ്മൾ 20,000 എഴുതി. പിന്നെ നമ്മൾ എന്താണ് എയർ ഫ്രൈറ്റ് വരുന്നത് എന്താ ഇവിടെ ഉണ്ട്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പർച്ചേസ് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന കൺവേർഷൻ കോസ്റ്റുകൾ, അതായത് എന്താണ് വേജസ് പെയ്ഡ്, മെഷീനറി ഓപ്പറേറ്റിംഗ് ചാർജസ്, പിന്നെന്താണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. പിന്നെ അതിന് പുറമെയായിട്ട് നമുക്ക് വരുന്ന നോർമൽ വേസ്റ്റേജ്. അപ്പോൾ നോർമൽ എവിടെ അല്ലേ, ഇതാണ് വേസ്റ്റേജ്, അതിന് 3000. അപ്പോൾ 3500 എന്ത് വേസ്റ്റേജ് വന്നിരിക്കുന്നത്, 3500.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മൈനസ് ചെയ്യേണ്ടത് 3000 രൂപ എന്നാണ് സ്ട്രൈക്ക് മൂലം അബ്നോർമലായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളത് -3000. അപ്പോൾ 500 രൂപയാണ് നമ്മുടെ നോർമൽ വേസ്റ്റേജ്. അത് നമ്മളിവിടെ എഴുതുക. പിന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എന്താണ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ 6000 രൂപ എന്താണ് ഡെലിവറി വാൻ, അത് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. ഡെലിവറി വാൻ എന്താണ്, ഇത് സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താണ് ഇതിവിടെ ഇത് 6500, അതായത് 12500 6000 കുറച്ചാൽ 6500. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, കൺവേർഷൻ കോസ്റ്റ്. ഇനി അതർ കോസ്റ്റുകളാണെന്ത്, ഈ കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ചാർജ്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ എമൗണ്ട് കിട്ടി. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കാത്ത എമൗണ്ടുകൾ ഏതൊക്കെയാണ്? പരിഗണിക്കാത്ത എമൗണ്ടുകൾ എന്താണ്, ഒന്ന് ഇത് നമ്മൾ പരിഗണിച്ചിട്ടില്ല, ഈ 12000 അല്ലേ. പിന്നെന്താ നമ്മൾ പരിഗണിക്കാത്തത്, പിന്നെ എന്താണ് ഈ ഇൻസെൻറ്റീവ്സ് ടു അത് രണ്ടും സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് പരിഗണിക്കാത്തത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് അടുത്തത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ് കാണാനാണ്. അതിന് കൂടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, അതിൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്, പിന്നെ കൺവേർഷൻ കോസ്റ്റ്, പിന്നെന്താണ് അതർ കോസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളല്ലേ ഇതെല്ലാം കൂടി കൂട്ടി നമുക്കിത് കിട്ടി, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. അപ്പോൾ ഇതുവരെ കിട്ടി. ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണണം. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇസ് ദ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ദ ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ആൻഡ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് സെയിൽസ്. അപ്പോൾ സെയിൽസ് നടത്താൻ വേണ്ടി നമുക്കൊരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വേണം. അതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കണക്കാണ്. സിസ്റ്റമാറ്റിക് ഇൻകോർപ്പറേഷൻ ഈസ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് സപ്ലൈ ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. ഇറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഇറ്റ്സ് പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റമാറ്റിക് ടെലികമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഉണ്ടാക്കുന്നതാണ് അവരുടെ ഇൻഫർമേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻവെൻട്രി അവസാനം വരുന്നത്, ഏറ്റവും അവസാനം എത്ര ഇൻവെൻട്രിയാണ് വരുന്നതെന്ന് വെച്ചാൽ 75000 ഇൻവെൻട്രിയാണ് വരുന്നത്. അതായത് മാസം കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് വരുന്ന എന്താണ് നമ്മൾ കോസ്റ്റാണ് നമ്മൾ കണക്കാക്കേണ്ടത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതിൻ്റെ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എത്രയാണെന്ന് വെച്ചാൽ 1500 രൂപയാണ്. 1500 രൂപയാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ചേർത്തിട്ട് പ്രൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിന് 1500 ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാക്സിമം റീറ്റെയിൽ പ്രൈസ് വെക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിന് നമുക്ക് 1000 പെർ യൂണിറ്റ് വെക്കാം. ഇറ്റ് ക്യാൻ സെൽ ഇറ്റ്സ് പ്രൊഡക്റ്റ് ബൈ ഇൻകറിങ് മാർക്കറ്റിംഗ് കോസ്റ്റ്. അപ്പം ഇതിന് നമ്മൾ വെറും പ്രൈസ് മാത്രം വെച്ചാൽ പോരാ, ഇതിന് മാർക്കറ്റിംഗ് കോസ്റ്റായിട്ട് 350 രൂപ വരുന്നുണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത്. നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഈ വിവരം തന്നിട്ട് നമുക്ക് എന്താണ് ഈ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം ഒരു കേസ് 1 നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻവെൻട്രീൻ്റെ വാല്യൂ ഈ മാസാവസാനത്തിലാണ് വന്നത് നോക്കാം. അതാണ് ഇവിടെ കേസ് എ. നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എത്രയാണ് നമ്മുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എത്രയാണ്, 1500 പെർ യൂണിറ്റ്. അതാദ്യം ഇവിടെ എഴുതുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, സെല്ലിംഗ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 350 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചാൽ നമുക്ക് എന്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കോസ്റ്റ് കാണുക. അപ്പോൾ ഒരു ഗുഡ്സിന് വരുന്ന കോസ്റ്റാണ്, അതായത് ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് 1000. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എത്ര ഉണ്ട്, 75000 നമ്പർ നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതാണെന്ത് വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചാൽ മതി. ഈ കേസ് വളരെ സിമ്പിളാണ്. ആദ്യം നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണാം, കോസ്റ്റ് അത് വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയാൽ മതി. അടുത്ത എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് കേസ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഇഫ് ദ മാർക്കറ്റിംഗ് കോസ്റ്റ് ഈസ് ₹520 പെർ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണുക. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണുന്ന നേരത്ത് നമ്മൾ എന്താണ് ആദ്യം 1500 മൈനസ് ഇവിടെ എത്ര വരുന്നത്, ഈ കേസിൽ ഇതല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മാർക്കറ്റിംഗ് കോസ്റ്റായിട്ട് ഇത് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് 980 രൂപയാണ് എന്ത് വരുന്നത്, ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ വരുന്നത്. അപ്പോൾ ഇത് നോക്കുക. പിന്നെ നമ്മൾ അടുത്ത് കോസ്റ്റ് എത്രയാണ് ഒരു യൂണിറ്റിന്, ഇവിടെ ഈ കേസിൽ കോസ്റ്റിനെ പറ്റിയൊന്നും പറയാത്തത് കൊണ്ട് ഇവിടെ 1000 തന്നെ, അത് നമ്മൾ എടുത്തിട്ട് ഇവിടെ എഴുതി. ഇനി നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി കാണുന്ന നേരത്ത് നമ്മൾ നേരത്തെ റൂള് കണ്ടിട്ടുണ്ടായിരുന്നു.
എന്തായിരുന്നു ആ റൂള്? ഇൻവെൻട്രീസ് ഷാൽ ബി മെഷേർഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. കോസ്റ്റോ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെയോ ഏറ്റവും ചെറുത് എന്താണോ വരുന്നത് അതാണ് നമ്മൾ ഇൻവെൻട്രി ആയിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ കോസ്റ്റ് ആയിരുന്നു ചെറുത്, അതുകൊണ്ട് നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനം വന്ന സ്റ്റോക്ക് ഇൻറ്റു ഇതിന് നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 750 ലക്ഷം കിട്ടി. ഇവിടെ വരുന്ന നേരത്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് ചെറുത്, അപ്പോൾ അത് നമ്മൾ ഈ 75,000 ഗുണിക്കുന്ന നേരത്ത് നമുക്ക് 735 ലക്ഷം കിട്ടും. ഇത്രയേ ഇതിൽ വരുന്നുള്ളൂ. ഇനി അടുത്ത എന്താ പറയുന്നത്, മൂന്നാമത്തെ കേസ്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി ഇഫ് സിസ്റ്റമാറ്റിക് ഇൻകോർപ്പറേഷൻ ഹാസ് ആക്സെപ്റ്റഡ് ആൻ ഓഫർ ഫോർ സപ്ലൈ ഓഫ് 50,000 യൂണിറ്റ് അറ്റ് ₹990 പെർ യൂണിറ്റ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫറും കൂടി അവർ സ്വീകരിക്കുകയാണെങ്കിൽ എത്രയാണ് ഇൻവെൻട്രീൻ്റെ വാല്യൂ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാണ് ഇതേമാതിരി ഇതിവിടെ വന്ന് കിടക്കുന്നത് അല്ലേ. ഇതേമാതിരി ചെയ്താൽ മതി ഈ കേസിൽ. കാരണം ഇവിടെ മറ്റൊരു മാർക്കറ്റിംഗ് കോസ്റ്റിനെ പറ്റി പറയുന്നില്ല. 350 മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ട് നമുക്ക് പരിഗണിച്ചാൽ മതി. അപ്പോൾ 1500 350 കുറയ്ക്കുക. പിന്നെ അടുത്ത് നമ്മൾ കോസ്റ്റ് ചെയ്ത. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കേസിൽ ഇവർക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എത്ര രൂപക്ക്? 990. അപ്പോൾ ആദ്യം യൂണിറ്റ് ഓഫ് ഓർഡേഴ്സ് ചെയ്താൽ എത്രയാണ് ഓർഡറിങ് ക്വാണ്ടിറ്റി? 50,000 യൂണിറ്റാണ്. അടുത്തത് അതിൻ്റെ ഓർഡർ പ്രൈസ് വരുന്നത് 990 പെർ യൂണിറ്റാണ്. ഇനി നമ്മളിതിൻ്റെ വാല്യൂ ഓഫ് ഇൻവെൻട്രി കാണണം. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രിയുടെ കോസ്റ്റ് എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ കോസ്റ്റ് എത്ര വരിക വെച്ചാൽ ഈ 50,000, അതായത് നമ്മളെ കയ്യിൽ നോക്കുക, ടോട്ടൽ ദർ ഈസ് 75,000 യൂണിറ്റ്സ് അല്ലേ. 75,000 യൂണിറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദർ ഈസ് 75,000 യൂണിറ്റ്സ്. നമുക്കൊരു ഓർഡർ കിട്ടി. അതിൽ ഓർഡർ കിട്ടിയിരിക്കുന്നത് 50,000 യൂണിറ്റ്സിൻ്റെ ഓർഡർ കിട്ടി. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ നമ്മളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 350. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ നോക്കാം. സ്വതവേ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്ര വരിക? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1500. അതിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് 350 കുറച്ചാൽ 1150. അപ്പോൾ അത് നമ്മളിതിന് സ്വതവേ പരിഗണിക്കുന്നുണ്ട് 1150. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഈ 75,000 യൂണിറ്റിന് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. കാര്യം 75,000 യൂണിറ്റിൽ നിന്ന് ഒരു 50,000 യൂണിറ്റിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരുന്നത്? 990 നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനിങ്ങനെ പരിഗണിക്കില്ല. അപ്പോൾ 75,000 നമ്മൾ ഡിവൈഡ് ചെയ്യണം. 75,000 നമ്മൾ ആദ്യം ഈ 990 നമുക്ക് 50,000 ഓർഡർ കിട്ടിയത്. പിന്നെ ബാലൻസ് എത്ര ഉണ്ടാവും? 25,000 യൂണിറ്റ്സ്. അതിൻ്റെ വിലയാണ് 1150. അപ്പോൾ ഇതാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് ചെറുത്. കോസ്റ്റ് ആണോ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ ചെറുത്? ഇവിടെ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ഈ കേസിൽ കോസ്റ്റ് വരുന്നത് 1000 രൂപയാണ്. അപ്പോൾ ഏതാ ചെറുത്? ഇതിൽ 1000 രൂപ കോസ്റ്റ് വരികയാണെങ്കിൽ ഇതിൽ ചെറുത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റിനെ പരിഗണിക്കേണ്ട. ഇനി ഇതിൽ നോക്കാം നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണോ കോസ്റ്റ് ആണോ ചെറുത് എന്ന്. അപ്പോൾ ഈ കേസിൽ 25,000 കേസിൽ നമ്മൾ എത്രയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്? ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 1150. ഇവിടുത്തെ കോസ്റ്റ് എത്രയാണ്? 1000 രൂപ. അപ്പോൾ ഇവിടെ കോസ്റ്റിനെ നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വെട്ടിയിട്ട് ഇവിടെ 1000 തന്നെ എഴുതുക. അപ്പോൾ ഞാൻ ആദ്യം മുതൽ എഴുതാണ്. ഈ മൂന്നാമത്തെ കേസിൽ നമ്മുടെ MRP എന്ന് പറയുന്നത് 1500 ആണ്. പക്ഷേ MRPയിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? നമുക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് വേണമെങ്കിൽ കുറയ്ക്കാം. അത് 350. അപ്പോൾ 1150 ജനറലി നെറ്റ് റിയലൈസബിൾ വാല്യൂ. അത് എത്രയേ ഉള്ളൂ? അത് നമ്മൾ സ്വതവേ വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മറ്റൊരു കേസ് പറ്റി നമ്മളൊരു 50,000 യൂണിറ്റ് 50,000 യൂണിറ്റ്സ് അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ
990 കൊടുത്തു. ഇത്ര 5,000 അല്ല, 50,000. അപ്പോൾ ബാലൻസ് വരുന്ന 25,000-നാണ് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ ബാധകമാകുക അല്ലേ. മൊത്തത്തിൽ 75,000 യൂണിറ്റ് ഉണ്ട്, അതിൽ 50,000 യൂണിറ്റിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ് 990. ബാലൻസിൻ്റെ എമൗണ്ട് ആണ് എന്ത്, ഇത് വരിക, ഈ വാല്യൂ. നമ്മളെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ക്വസ്റ്റ്യനിലുള്ളത് 1000 യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 1000. അപ്പോൾ നമുക്കറിയാം, റൂൾ അറിയാം, ഇതിലേതാണോ ചെറുത് അതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ 2 കേസുകൾ അവിടെ വരുന്നത്. മൂന്നാമത്തെ കേസിൽ നമ്മൾ 2 എണ്ണം പരിഗണിക്കണം. 50,000 ഇതിൻ്റെ കേസ് വരികയാണെങ്കിൽ ഈ വാല്യൂ ആണ് ഇതിനെക്കാട്ടും കുറവ്. അപ്പോൾ നമ്മൾ ഇത് പരിഗണിക്കുക 50,000-ൻ്റെ. ഈ കേസിൽ വരുന്ന നേരത്ത് ഇതാണ് ഇതിനെക്കാട്ടും ചെറുത്, അപ്പോൾ നമ്മൾ ഇത് പരിഗണിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അവർ തീർക്കുന്ന കണ്ടില്ലേ. ആദ്യം നെറ്റ് റിയലൈസബിൾ വാല്യൂ എഴുതി, ജനറലി വരുന്ന നെറ്റ് റിയലൈസബിൾ വാല്യൂ, പിന്നെ എന്താണ് നമ്മൾ കോസ്റ്റ് എഴുതി, പിന്നെ എന്താണ് ഒരു ഓർഡർ ക്വാണ്ടിറ്റിക്ക് എന്താണ് ഇത്രയും ഓർഡർ പ്രൈസ് വന്നു, അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണിത്. അപ്പോൾ 50,000 × 990, 45 ലക്ഷം ഉണ്ട്. ബാക്കിൻ്റെ എന്താണ് നമ്മൾ എന്താണ് ഇൻവെൻട്രീൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ അത് എന്താണ് 25,000 × 1000, 250 ലക്ഷം. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താണ് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതി വെച്ചിട്ട് ഈ കണക്ക് ഒന്ന് ചെയ്ത് നോക്കുക. കണക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം കേസ് 1 നമുക്ക് നോക്കാം. കേസ് 1 അല്ലെങ്കിൽ കേസ് എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഇവിടുന്ന് എന്താണ്, ഇത് കേസ് എയിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, എന്താണ് ഇത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെൻട്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട കാര്യം മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1500 ആണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ്, പിന്നെ നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണണം. അപ്പോൾ നമ്മൾ മാക്സിമം റീറ്റെയിൽ പ്രൈസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസുകളാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ ഇവിടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 1500 മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് ഇവിടെ ആകെ വന്നിരിക്കുന്നത് ഈ കേസിൽ 350 ആണ്. അപ്പോൾ നമ്മൾ 350 എടുത്തു, അപ്പോൾ 1150. ഇത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നമ്മുടെ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത്, ഇത് ഏതാ ലീസ്റ്റ് 1, ഏറ്റവും ചെറുത് ഏതാണ്, ഇതാണ് ചെറുത്. ഈ കേസിൽ ഇതാണ് ചെറുത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് വാല്യൂ ഓഫ് ഇൻവെൻട്രി ഈക്വൽ ടു ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് അവസാനം ക്ലോസിംഗ് സ്റ്റോക്ക്, അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ലീസ്റ്റ് വാല്യൂ, അതാണ് ഇവിടെ പറഞ്ഞത് മാതിരി എത്ര വരും എന്ന് വെച്ചാൽ 750 lakh rupees വരുന്നത്. നമുക്കൊന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി കേസ് 2, ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 അല്ലെങ്കിൽ കേസ് ബി. കേസ് ബി വരുന്നത് ഇവിടെ നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റിലാണ് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് 520 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എഴുതുക 1500. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ MRP മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ് 1500 മൈനസ് 520, 980 രൂപ വരും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കോസ്റ്റ് എഴുതി വെക്കുക 1000. ഇതിലേതാണ് ചെറുത്, ഇതാണ് ചെറുത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ടത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓർ കോസ്റ്റ്. അതാണ് നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രിയിൽ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി എത്ര വരിക, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് 75,000 നേരത്തെ എഴുതി അതേമാതിരി ഇൻറ്റു ഏതാ ചെറിയ വാല്യൂ 980. ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്
735 ലക്ഷം. ഇനി കേസ് സിയിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കമ്പനി ഒരു ഓഫർ വാങ്ങിയിട്ടുണ്ട്. എന്താണ്? മാർക്കറ്റിംഗ് പ്രൈസ്, അതായത് തന്നെ ഈ സെല്ലിംഗ് പ്രൈസിൽ കുറവ് വരുത്തി 990 ആക്കി. എത്ര? 50,000 യൂണിറ്റിന്. അതെന്താണ്? അവർ ആ ഒരു യൂണിറ്റിന് വിറ്റോളാന്നുള്ളൊരു ഓഫർ വന്നപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ട്. 50,000. ടോട്ടൽ ഇൻവെൻട്രി നമ്മൾ ആദ്യം കാണണം. ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര അവിടെ ഉള്ളത്? 75,000. ഇതാണ് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക്. അതിൽ നിന്ന് ലെസ് എന്താണ് ഇവിടെ പറയുന്നത്? ഇൻവെൻട്രി സപ്ലൈഡ്. ഇൻവെൻട്രി സപ്ലൈഡ് 50,000. അപ്പോൾ നമ്മളിത് ഒരു ടേബിളറാക്കി വരച്ചാലും കുഴപ്പം വരുന്നില്ല. ഇതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എഴുതുക, ഇതിൻ്റെത് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് ജനറലി ഇതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്കറിയില്ല, നമുക്കിവിടെ ഇങ്ങനെ എഴുതി വെക്കാം. കാര്യം എന്താ വെച്ചാൽ ഇതിന്ന് കുറച്ച് 50,000 പോയല്ലോ. 50,000ൻ്റെ എഴുതണം ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ. പിന്നെന്താണ്? അത് കഴിഞ്ഞ് ബാലൻസ് എത്ര വരും ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ? 25,000. അപ്പോൾ ഫസ്റ്റ് ഇൻവെൻട്രി സപ്ലൈഡിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണണം. നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇൻവെൻട്രി സപ്ലൈഡ് എത്രയാണ് വരുന്നത്? 50,000ൻ്റെ 990. ഇവിടെ കോസ്റ്റ് എത്ര വരിക? കോസ്റ്റ് എന്ന് പറയുന്നത് 1000 എല്ലാ കേസിലും 1000 തന്നെയാണ് എന്ത് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലേതാണ് ചെറുത്? അപ്പോൾ ഈ 50,000ൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ല, വാല്യൂ ഓഫ് ഇൻവെൻട്രി പറയുന്നത് എത്രയാണ്? 990. ഇനി ബാലൻസിൻ്റെ നമുക്ക് നോക്കാം. ബാലൻസിൻ്റെ എത്രയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? 1150 നമ്മൾ നേരത്തെ കണ്ടതാണ്. കോസ്റ്റ് എത്രയാണ്? 1000 തന്നെ. ഇതിലേതാ ചെറുത്? ഇത് 1000. അപ്പോൾ ഇതിനെ എന്താണ്? ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഇൻവെൻട്രി വിൽ ബി 50,000 ഇൻറ്റു 90 പ്ലസ് 25,000 ഇൻറ്റു 1000. ആദ്യം നമ്മൾ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ടായ ലാക്ക് അല്ലേ? അപ്പോൾ എത്ര ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് പുറമെ നമ്മൾ എന്താണ് ചില ഫെയർ വാല്യൂ എന്താണ്? ഫെയർ വാല്യൂ ഇസ് ദ വാല്യൂ ഓഫ് വിച്ച് അൻ അസറ്റ് കുഡ് ബി സോൾഡ് ഓർ ലയബിലിറ്റി എക്സ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ വില്ലിംഗ് ഇൻഡിപെൻഡൻറ്റ് ട്രേഡേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ട്രേഡേഴ്സ് വെക്കുന്ന ഒരു വാല്യൂ ആണ് ഫെയർ വാല്യൂ. അടുത്തത് കോസ്റ്റ് ഫോർമുലാസ് ഡിഫറെൻ്റ് ഉണ്ട്. എന്താണ്? സ്പെസിഫിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ച് കോസ്റ്റ് നമ്മൾ എന്താണ് കണക്കാക്കാം. അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡായ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം വരുന്ന സ്റ്റോക്കിന് നമ്മൾ എന്താണ് ആദ്യം തന്നെ നമ്മൾ മാനുഫാക്ചറിങ്ങിനോ അല്ലെങ്കിൽ വിൽക്കാനോ ആദ്യം ഉപയോഗിക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുന്നതിനായിരിക്കും എന്ത് നമ്മൾ അവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്താണ് നോക്കി വെക്കുക. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ്സിൽ പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് വരുന്നത്. നോൺ ഹിസ്റ്റോറിക്കലിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും റീറ്റെയിൽ മെത്തേഡാണ് വരുന്നത്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു കണക്കാണ്. ലെജൻഡ് സ്റ്റോർ ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ which sells goods on retail basis. It makes a gross profit of 20% on net sales. Following figures. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? കമ്പ്യൂട്ട് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി അറ്റ് ദി ക്ലോസിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി ആണ് കാണേണ്ടത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി ചെയ്ത അതിതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് പർച്ചേസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് അനുബന്ധമായി തന്നെ നമ്മൾ ഈ റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കുക. പർച്ചേസ് 3,60,000 ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺസ് കുറച്ചിട്ട് ചെയ്താൽ പർച്ചേസ് ഇൻവേർട്സ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്താണ് ഗ്രോസ് സെയിൽസ് ഇത്ര തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ
11,250 ക്യാരേജ് ഇൻവേർഡും കൊടുത്തിട്ടുണ്ട്. നമുക്കെന്താണ് ക്ലോസിംഗ് സ്റ്റോക്കാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 20% ഓൺ സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 20% ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ ഗ്രോസ് സെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ് കാണേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഈ നെറ്റ് സെയിൽസ് എത്രയാണ്? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ എമൗണ്ട് എത്രയാണ്? ഗ്രോസ് സെയിൽസ് 4,50,000 സെയിൽസ് റിട്ടേൺ 11,250. അപ്പോൾ ഈ 4,50,000 11,250 നമ്മൾ മൈനസ് ചെയ്യണം. 4,50,000 മൈനസ് 11,250 4,38,750 4,38,750. ഇതാദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ഇൻവെൻട്രി ഇവിടെ വരുന്നത് 50,000 ആണ്. കുറച്ച് വിട്ടിട്ട് എഴുതിയാൽ മതി. 50,000 നമ്മൾ ഈ സെയിൽസിൻ്റെ എമൗണ്ട് കുറച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. 50,000 ഇതൊക്കെ മൈനസ് ചെയ്യേണ്ട എമൗണ്ടാണ്. പിന്നെന്താണ്? നെറ്റ് പർച്ചേസാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. പർച്ചേസ് എത്ര ഉള്ളത്? 3,60,000. അതിൽ നിന്ന് റിട്ടേൺ ഉണ്ട് എത്ര? 10,000. അപ്പം 3,60,000 മൈനസ് 10,000 3,60,000 മൈനസ് 3,50,000. 3,50,000. ഇനി എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ ഇപ്പോൾ ഇവർ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഫ്ലൈറ്റ് ഇൻവേർഡ്സേ പരിഗണിച്ചിട്ടുള്ളൂ. സ്വതവേ ക്യാരേജ് ഇൻവേർഡ്സും ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. ശരിക്കും വേണമെങ്കിൽ നമുക്കത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഫ്ലൈറ്റ് ഇൻവേർഡ്സ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങളത് ഒഴിവാക്കിക്കോളൂ. കാര്യം എന്തിനെ കൊണ്ടാണെന്നറിയില്ല. ഇനിയിപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 അത് പറയുന്നുണ്ടെന്നറിയില്ല. പണ്ടൊക്കെ ക്യാരേജ് ഇൻവേർഡ് പരിഗണിക്കുമായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് ക്യാരേജ് ഇൻവേർഡ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഫ്ലൈറ്റ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എത്ര ഫ്ലൈറ്റ് ഇൻവേർഡ് വരുന്നത്? പിന്നെ നമുക്കെന്ത് വേണം? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് വേണം. എത്ര അവിടെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്? 20% ഓൺ നെറ്റ് സെയിൽസ്. അപ്പോൾ നെറ്റ് സെയിൽസിൻ്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇതാണ് നെറ്റ് സെയിൽസ്. 4,38,750 ഇൻറ്റു 20%. 87,750. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യാം. ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 4,97,750. ഈ വാല്യൂ നമ്മളെന്താണ് 750 നമ്മൾ. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് ഈ 4,00,000 ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ 4,97,750 മൈനസ് 438,750 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു പോർഷനിൽ വരുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് എന്താ പറ്റിപ്പോയതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട. ഈ നെറ്റ് സെയിൽസ് ഇങ്ങനെയല്ല എഴുതേണ്ടത്. നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഓഫ് ഇൻവെൻട്രി. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ശ്രദ്ധിക്കുക, അത് 2 ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻ പിന്നെ വീണ്ടും അടുത്ത ക്ലാസ്സിൽ എടുക്കാം.